ലൈംഗിക പീഡന പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വിമർശിച്ചതിന്റെ പേരിൽ ഏറ്റവും അധികം ആക്രമണങ്ങൾ നേരിടുന്ന ദമ്പതികളാണ് CPM നേതാവ് സരിനും ഭാര്യ ഡോക്ടർ സൗമ്യ സരിനും. നേരത്തെ സരിൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ പല പ്രസ്താവനകളുടെയും പേരിൽ കടുത്ത സൈബർ ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. പലപ്പോഴും പങ്കാളിയായ സൗമ്യ സരിനും ഇതിന് ഇരയായിട്ടുണ്ട്. ഇപ്പോഴിതാ രാഹുലിനെതിരെ മൂന്നാമതൊരു യുവതിയും പീഡന പരാതി നൽകിയതിനു പിന്നാലെ സരിൻ സൗമ്യ സരിൻ ദമ്പതികൾക്കെതിരെ വലിയ തോതിലുള്ള അപവാദ പ്രചാരണമാണ് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ പ്രവാസി യുവതി സൗമ്യയാണെന്ന മട്ടിലുള്ള പ്രചാരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. രാഹുൽ ആർമി, രാഹുൽ ശിവദാസ് തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളിലാണ് ഇരുവർക്കുമെതിരെ അപവാദ പ്രചരണങ്ങൾ നടക്കുന്നത്. സൗമ്യ സരിൻ UAE-യിൽ ഡോക്ടറാണ്. വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി പിന്നാലെ സൗമ്യ സരിൻ രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു സൗമ്യ പ്രതികരണം അറിയിച്ചത്. ഒരു മാങ്കൂട്ടം മാത്രമേ അഴിക്കുള്ളിലായിട്ടുള്ളൂവെന്നും അവനേക്കാൾ വിഷമുള്ള പലരും ഇപ്പോഴും പുറത്തുണ്ടെന്നും ജാഗ്രതയോടുകൂടി ഇരിക്കാനുമാണ് ഡോക്ടർ സൗമ്യ മുന്നറിയിപ്പ് നൽകുന്നത്. സരിന്റെ വാട്സാപ്പിൽ സൗമ്യയുടെ പേര് പരാമർശിക്കുന്ന അശ്ലീല സന്ദേശങ്ങൾ അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരെ പരാതി നൽകാനുള്ള നീക്കത്തിലാണ് സൗമ്യ സരിൻ. രാഹുൽ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ രാഹുലിനെ പെടുത്തിയത് ഒതുങ്ങേണ്ട സമയം ഒതുങ്ങാതെ താനെന്തോ സംഭവമാണെന്ന മട്ടിൽ നടത്തിയ പട്ടിഷോയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചാനലുകാരായാലും സിനിമാക്കാരായാലും രാഷ്ട്രീയക്കാരായാലും കച്ചവടക്കാരായാലും സാഹിത്യകാരന്മാരായാലും അവരെയൊക്കെ ചുറ്റിപ്പറ്റി പെണ്ണ് കേസുകളില്ലാത്തവർ കുറവാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഈ കേസ് ഇത്ര പ്രമാദമായി എന്നതിന്റെ കാരണം മാങ്കൂട്ടത്തിലിന്റെ വായിലെ നാവ് തന്നെയാണ്. ഒരു പ്രത്യേക ഡിപ്ലോമാറ്റിക് രീതിയിലല്ലാതെ കേരളത്തിൽ ആർക്കും ജീവിക്കാനാകില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തതാണ് രാഹുലിന് പറ്റിയ വലിയ തെറ്റ്. സമൂഹ മാധ്യമങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ജാഗ്രത പുലർത്തേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമാണ്. കേരളത്തിൽ ഇനി വരാനിരിക്കുന്ന അറസ്റ്റുകൾക്ക് വീര്യം കുറിക്കാൻ ഇതുപോലെയുള്ള അറസ്റ്റുകൾ ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ടാകണം ഓരോരുത്തരും മുന്നോട്ട് നീങ്ങേണ്ടത്. നേരാംവണ്ണം ജനത്തെ സമീപിച്ചില്ലെങ്കിൽ സമീപഭാവിയിൽ അവർ ഓടിച്ചിട്ട് കല്ലെറിയാതെ സൂക്ഷിക്കുക. പുതുതായി പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാർക്കും ഇതൊരു മുന്നറിയിപ്പാണ്.